കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ അനശ്വരനായി മാറിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കൊണ്ട് അദ്ദേഹത്തിന് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSും ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് 1925-ലാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ഒരു പരിവാർ സംഘടനയായ ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ ഇന്ത്യ ഭരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അത് ഏതായാലും ചില സംസ്ഥാനങ്ങളിൽ വളരെ ദുർബലമായി നിൽക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ട് BJP RSS ശക്തി ആർജിച്ചു, എന്തുകൊണ്ട് CPI ദുർബലമായി പോകുന്നു? കാരണം RSSൻ്റെ ഭാരതാംബ അത് സിംഹത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. സിംഹം എന്നുള്ളത് ശക്തിയുടെ പ്രതീകമാണ്. ഇപ്പോൾ RSSൻ്റെ ഭാരത് മാതാ അതിശക്തയാണ്, തൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവളാണ്, തൻ്റെ ഭക്തരെ രക്ഷിക്കുന്നവരാണ്. പക്ഷേ CPIയുടെ ഭാരതാംബ വെറുതെ ഒരു കമ്പ് പോലെ നിൽക്കുന്ന ഒരു ഭാരതാംബയാണ്. കാഴ്ചയിൽ തന്നെ അറിയാം അത് ദുർബലയാണെന്ന്. അപ്പോൾ ഭാരതത്തിൻ്റെ അമ്മ യഥാർത്ഥത്തിലുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഭാരതാംബയാണ്. അതാണ് ഈ ഭാരതത്തിന് യോജിക്കുന്ന ഭാരതാംബയുടെ ചിത്രം. പക്ഷേ മറ്റവർക്ക് അത് പറ്റില്ല. കാര്യം അവരെപ്പോഴും വിധേയരായി ജീവിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതുകൊണ്ട് അവരുടേതായ രീതിയിൽ പോകുന്നു. ഏതായാലും ഭാരത് മാതാ കീ ജയ് എന്നവരെ കൊണ്ട് വിളിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ സംഭവമാണ്. അതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ ഗവർണർക്ക് തന്നെയാണ്.